ഹായ്, ഞാൻ ജിതു, ഇൻഷുറൻസ് അഡ്വൈസറാണ്. എന്താണ് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു ചെറിയ അറിവ്, ഒരു കാര്യം ചെറുതായിട്ട് ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ പല ആളുകളും ഇൻഷുറൻസ് അടയ്ക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണോ അതോ പോലീസിന് വേണ്ടിയിട്ടാണോ എന്നൊരു ധാരണ ഉണ്ട് ചില ആളുകൾക്കല്ല, പല ആളുകൾക്കുണ്ട്. പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് അടയ്ക്കുന്ന ആളുകളാണ് ധാരാളം ഉള്ളത്. ഇത് പോലീസിന് വേണ്ടി അല്ല നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളുടെ ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം, അത് ബൈക്കാവട്ടെ, കാറാവട്ടെ, ലോറി ആവട്ടെ, അതെന്തോ ആവട്ടെ, ഒരു മോട്ടോർ വെഹിക്കിൾ. ഈ മോട്ടോർ വെഹിക്കിൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ മിനിമം തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ എടുത്തിരിക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ, പോലീസിനെ പേടിച്ചിട്ടല്ല എടുക്കേണ്ടത്. അത് നമ്മളുടെ കുടുംബത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കുടുംബത്തിൻ്റെ സേഫ്റ്റി എന്താ, ഇൻഷുറൻസ് എടുത്താൽ എന്താ കുടുംബത്തിൻ്റെ സേഫ്റ്റി എന്നാണ് ചോദിക്കുന്നുണ്ടാവും ചിലവർ. ഈ കുടുംബത്തിൻ്റെ സേഫ്റ്റി എന്ന് വെച്ചാൽ, നമ്മളുടെ വാഹനം തട്ടിയിട്ട് വേറൊരു വ്യക്തിക്ക് എത്രയാണോ നഷ്ടപരിഹാരം വരുന്നത്, അതെന്തെങ്കിലും അപകടത്തിൽ മരണപ്പെടുക, അതേപോലെ പരിക്കുകൾ പറ്റുക, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് വരുന്ന നഷ്ടപരിഹാരം എത്രയാണോ കോടതി പറയുന്നത്, ആ എമൗണ്ട് ഈ RC ഓണർ അടയ്ക്കണം. RC ഓണർ ഈ ഫുള്ളായിട്ട് എത്ര പറയണമെന്ന് വെച്ചാൽ ആ എമൗണ്ട് അടയ്ക്കണം. ചിലപ്പോൾ അത് 10,000 ആവാം, 50,000 ആവാം, 10 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ ഒക്കെ ആവാം. ആ എമൗണ്ട്, ഈ ഒരു ബാധ്യത നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നത്. വീണ്ടും പറയാം, അത് പോലീസിനെ പേടിച്ചിട്ട് അടയ്ക്കേണ്ട കാര്യമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അടയ്ക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മിനിമം റോട്ടിൽ ഇറങ്ങി ഓടണമെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് അടയ്ക്കണം. എല്ലാ ആളുകളും ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസെങ്കിലും അടച്ചിട്ട് വേണം റോഡിൽ വണ്ടി ഉപയോഗിച്ച് ഓടാനുള്ളത്. ഇതിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന നമ്മളുടെ സ്വത്തുക്കളോ നമ്മുടെ അടുത്തുള്ള ആസ്തി എന്താണെന്ന് വെച്ചാൽ ആ ആസ്തിയെ നമ്മൾ നഷ്ടപ്പെടും. അതായത് ഈ ഒരു നഷ്ടപരിഹാരം, ഭീമമായ നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മളുടെ പേരിലുള്ള സ്വത്ത് കണ്ടു കെട്ടിയിട്ടാവാം ഈ പാർട്ടിക്ക്, അത് പരിക്ക് പറ്റിയോ മരണപ്പെട്ടതായ പാർട്ടിക്ക് എമൗണ്ട് പിടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് കുറേ കാലങ്ങളായിട്ടോ പാരമ്പര്യമായിട്ടോ ഉണ്ടായിരുന്ന നമ്മളുടെ ആസ്തി ഒന്നുമില്ലാതെയായിട്ട് സാധാരണ ഒന്നുമില്ലാത്ത ഒരു ലെവലിലേക്ക് നമ്മൾ മാറും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം, മിനിമം റോട്ടിലിറങ്ങുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ പോലീസിന് കാണിക്കാനോ പോലീസ് പിടിക്കുന്ന കരുതിയിട്ടോ നമ്മളാരും ഇൻഷുറൻസ് അടയ്ക്കേണ്ട കാര്യമല്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.